കാരണം ഇതിന് ആരാധനയാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വിശ്വാസമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, പിന്നെ സമർപ്പണമുണ്ടാകണം. സമർപ്പണമില്ലാതെ ആരാധനയില്ല. സമർപ്പണം എന്ന് പറഞ്ഞാൽ സറണ്ടറിങ് ആണ്. എന്നുവെച്ചാൽ ജഡിക അരൂപിയിലാണ് നീ നയിക്കണമെങ്കിൽ നിൻ്റെ ആരാധന പട്ടി നക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാകും. ഒരു പിണ്ടത്തെ പട്ടി നക്കിയാൽ അവർക്ക് ഹൈന്ദവ സ്വരങ്ങൾക്കറിയാം അതിൻ്റെ മ്ലേച്ഛത എന്താണെന്ന്, അല്ലേ? അവർ സമ്മതിക്കത്തില്ല. അത് പിതൃക്കൾക്കുള്ള വിശുദ്ധ ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വരണം. നിൻ്റെ ആരാധന പട്ടി നക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് സമർപ്പണം ഉണ്ടാകും. ജഡിക അരൂപിയാൽ, ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ്. 8:14 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. റോമ ശ്രുതികട ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആരാണ് ദൈവത്തിന്റെ പുത്രന്മാര്? അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവമുണ്ട്. ഷാഡോ വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് എന്നതിൻ്റെ അർത്ഥം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുമ്പോൾ വചനം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട്. അവരാരുടാണ്? അവർ ലോകത്തിൻ്റെ സന്തതികളാണ്. അത് പറഞ്ഞ് ലോകാത്മാവിനാൽ ജഡാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ജഡത്തിന്റെ സന്തതികളാണ്. അതാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡാത്മാവിന് നിങ്ങൾക്ക് ആധ്യാത്മിക ജീവിതം വളരെ സുതാര്യമായിട്ട് ലളിതമായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് ജഡാത്മാവിനെയാണ്. നിങ്ങൾ നയിക്കുന്നത്, ഒരാൾ നയിക്കപ്പെടുക. ഇപ്പം എന്താ റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ ഓപ്പോസിറ്റ് എന്താണ്? ജഡാത്മാവിനാൽ വെച്ചാൽ നമ്മുടെ സുഖം, നമ്മുടെ താല്പര്യം, നമ്മുടെ സൗകര്യം, നമ്മുടെ അമ്യൂസ്മെൻ്റ്, നമ്മളുടെ സന്തോഷം മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. മൃഗങ്ങൾ അങ്ങനെയാണ്. എല്ലാ മൃഗങ്ങളും അങ്ങനെയല്ലേ? മൃഗങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ജീവിതം എസ്തറ്റിക് ലൈഫില്ലല്ലോ. എസ്തറ്റിക് ലൈഫില്ല, സ്പിരിച്വൽ ലൈഫില്ല. ഉള്ളതെല്ലാം ഭക്ഷണം കഴിക്കണം, ഇര തേടണം, ഇണ ചേരണം. പല മനുഷ്യരുടെയും ഉള്ളിൽ ഇതേ ഉള്ളൂ, ഇര തേടുക, ഇണ ചേരുക. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അത് ആ സംവിധാനം ഇല്ലാത്തവർക്കാണെങ്കിൽ അമ്യൂസ്മെൻ്റ് ഉണ്ടാക്കുക, സന്തോഷമുണ്ടാക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കോമഡിയും കേട്ട് അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധുക്കളെ വീട്ടിൽ പോവുക, അവിടെ ഒരു അടിയന്തരം നടത്തുക, അവിടെ കേക്ക് മുറിക്കുക, ഇപ്പുറത്ത് വന്നിട്ട് അപ്പം കഴിക്കുക, അപ്പുറത്ത് പോയി കല്യാണം കൂടുക, ഇങ്ങനെ ഇണ ചേരുക, ഇര തേടുക എന്നുള്ള ജഡിക ജീവിതമുണ്ട്. ഈ ജഡിക ജീവിതം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഓർക്കുക, ഏറ്റവും വലിയ പത്തറ്റിക് കണ്ടീഷനായിട്ട് മനുഷ്യൻ വരണം. എന്താ നിങ്ങൾക്ക് അറിയാവോ? അതായത് ജഡിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ പല ഉടമ്പടികളും നോക്കുമ്പോൾ ആ ദൈവത്തെ, ആ ഉടമ്പടിയുടെ ഫയലെടുക്കണം, ദൈവം എടുക്കുകയാണെങ്കിൽ ദൈവത്തിന് അറിയാം. അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ജഡജീവിതത്തിലുള്ളതാണ്, ജഡിക ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. ജഡിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഈ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 15:19 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. സത്യം പറഞ്ഞ 90% ആൾക്കാരും നിർഭാഗ്യരാണ്. എന്താ കാര്യം? അവർ ഈ ക്രിസ്തുവിനെ പോലും പ്രത്യാശ വച്ചിരിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ബൈബിളിൽ എപ്പോഴും നോക്കുമ്പോൾ ബൈബിള് എപ്പോഴും ഷാഡോ വേർഡിലേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. നേരെ പറയാനുള്ള കാര്യം, അതായത് വായിച്ചെടുക്കേണ്ട കാര്യം, നേരെ പറയുന്നൊരു കാര്യമുണ്ട്, വായിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അത് നിഗൂഢ ഒക്കൾട്ട് വേർഡ് എന്ന് പറയും. എല്ലാത്തിനും ഒക്കൾട്ട് വേർഡുകളുണ്ടാവും, ഗൂഢവചനങ്ങൾ. ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പൊ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തിനാണ് വിരലനക്കണത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഉടമ്പടി താമസിക്കാൻ കാരണം അതാണ്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനമില്ല.
ഈ ജീവിതത്തിലില്ല, വരാൻ പോകുന്ന ജീവിതത്തിലുമില്ല. അവർക്ക് എപ്പോഴും ഓർക്കണം, ദൈവബോധം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ക്രിസ്തുവിലാണ് നിങ്ങളെ പ്രത്യാശ വെക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ്, വരാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ, നിത്യജീവന് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടാതെ ഈ ജഡികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ പോയാൽ ഉടമ്പടി ലാഗാകാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. ഓർക്കുക, അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവികമായ വിജയം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സൂത്രവാക്യം, ഏറ്റവും വലിയ സമീപന സുവിശേഷ രീതി എന്തെന്ന് പറയുന്നത് എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. നമുക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്കൈലാബ് പോലെയുള്ള വലിയ സ്കൂള് പോലെയുള്ള വലിയ ആസ്ട്രോണമിക്കലായിട്ടുള്ള ആസ്ട്രോനോട്ട്സുകളൊക്കെ പോകുന്ന സ്ഥലമില്ലേ? അതുപോലെ വൈമാനികരും അതുപോലെ വ്യോമസഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്നതും വ്യോമ പേടകങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എത്രയോ വലിയ ഈ സ്കൂളിനേക്കാളും 3 നില 4 നിലയുള്ള റോക്കറ്റാണ് കത്തിച്ച് വിടുന്നത്. പക്ഷെ ചൊവ്വയിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ഉണ്ടാവും? അത് പാരച്യൂട്ടിൽ ഒരു ക്യാമറ മാത്രമേ ഇറങ്ങണം, അവിടെ വേറെ ഒന്നും ഇറങ്ങണില്ല. ബാക്കിയെല്ലാം കത്തി അടന്നടന്ന് പോകും. നിങ്ങളുടെ വഴികളിൽ കത്തി അടന്നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുക, ലാൻഡിങ്ങിന് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ പോണത്. ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ ഭാര്യ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ മക്കൾ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ കൂട്ട് വിട്ടുപോയെന്ന് വരും. ഇതിങ്ങനെ കുറേ പോകേണ്ടതെല്ലാം പോകും. കാര്യം വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ്, നിലനിൽക്കുന്ന ദൈവം മാത്രം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുണ്ട്, അയ്യോ അച്ഛൻ പറഞ്ഞല്ല ഭാര്യ മരിച്ചു പോകും, ദൈവമേ എന്നും പറഞ്ഞ് 4 കളെ വേണ്ടി ഇവിടുന്ന് ഓടിക്കളയരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിന് തോന്നണം എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിനെയാണ് സ്നേഹിക്കണം എന്നുണ്ട്. നിങ്ങൾ വേറെ ജോലി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് ഉടനെ കാറിക്കൂപി 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, 3-ാമത്തെ ദിവസം കട്ടിലേക്ക് വന്ന് കിടന്നെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ദൈവം നിങ്ങളെ അസസ് ചെയ്തില്ലേ? നീ ഒരു ജഡപ്പണ്ടാരമാണെന്നുള്ള അസസ് ചെയ്തില്ലേ? പിന്നെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാണ് മുതൽ മുടക്കണത്? ഇതാണ് പ്രശ്നം. ഇപ്പം നിൻ്റെ ഒരു പ്രേമം പോയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിൻ്റെ കല്യാണം പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ കല്യാണം ഒത്തത് പിന്നെ പോയെന്ന്. ഞാൻ പറഞ്ഞു പോകാനുള്ളതൊക്കെ പോകും, ദൈവം പണി നോക്കിയെന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ, നീ പ്രാർത്ഥനയിലുള്ള വ്യക്തിയല്ലേ, നീ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ലേ, അപ്പം നിനക്ക് അഹിതമായ ദൈവത്തിന് അഹിതമായ സാധനങ്ങളൊക്കെ പോകും. നീ എന്തിനാണ് അവളോട് ചാറ്റാനും ചീറ്റാനും പോയത്? അതിലെ പ്രശ്നമായി പോയത്. ചുമ്മാ ഒരു ചെറുക്കനെ കണ്ടു അല്ലെങ്കിൽ പെണ്ണിനെ കണ്ട് കെട്ടാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉടനെ മൊബൈലും മേടിച്ച് ചാറ്റും ചീറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അപ്പോൾ എനിക്ക് ഉടമ്പടിയും ഇല്ല, ദൈവവും ഇല്ല, മാതാവും ഇല്ല, ജീവിതവും ഇല്ല. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ. ഈ സാധനമൊക്കെ എടുത്ത് കളയും, എടുത്ത് മാറ്റപ്പെടും. അതായത് ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയും നിത്യജീവിതം അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എല്ലാം അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു നമ്മൾ കേട്ടിട്ടുണ്ട്. അന്തിക്രിസ്തു ഇപ്പം തന്നെ ലോകത്തിലുണ്ടെന്ന് പറയുന്നു. അതെന്താ ലോകത്തിലുണ്ടെന്നാണ് പറയണത്? എന്നുവെച്ചാൽ ആരിലാണ് ലോകാരുവിയുള്ളത്? അവനിൽ അന്തിക്രിസ്തു ഉണ്ട്. യോഹന്നാൻ 4:3 യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അവൻ പറഞ്ഞ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ അയാളിൽ അന്തിക്രിസ്തു ഉണ്ട്, ക്രിസ്തുവിനെതിരായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ പ്രോബ്ലം വരണത്, ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയിൽ അന്തിക്രിസ്തുവുണ്ട്. എന്നുവെച്ചാൽ ക്രിസ്തുവിനെതിരായ ശക്തിയുണ്ട്. ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴേ ക്രിസ്തു നിന്നിൽ വസിക്കുന്നില്ല. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കണം വിചാരിച്ചോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിനക്ക് അതായത്
നിൻ്റെ മകളുടെ കല്യാണം, ഒരു അമ്മയും മകളും തമ്മിൽ ഇപ്പം സംസാരിക്കണില്ല. എന്താ സംസാരിച്ചത്? ഉടമ്പടി എടുത്തതാണ്, പക്ഷെ മകൾ അമ്മയോട് സംസാരിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചത്, എന്താടി ഇപ്പം നീ ഉടമ്പടി എടുത്തിട്ട് അമ്മയും മകളും എന്താ സംസാരിക്കാത്തത്? അതല്ല അച്ഛാ, അമ്മയുടെ തനിനിറം കണ്ടപ്പോൾ പിന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ തനിനിറം? അതല്ല, ആ ചെറുക്കൻ്റെ വീട്ടുകാർ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഏതാണ്ട് 20 കൊടുക്കാമെന്ന് പറഞ്ഞാണ്. 20 പവൻ്റെ അകത്ത് 17.5 പവനൊത്ത് അമ്മയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. അത് അപ്പം പറഞ്ഞ്, എടി അത് വാങ്ങിക്കാം, അതിനകത്ത് 1 പവൻ നീ എടുത്തിട്ട് 2.5 പവനാ പറ്റിയാണ്, ബാക്കി അവൾക്ക് കൊടുത്ത് വിടാനില്ലാന്ന് കൊന്നെന്ന് പറഞ്ഞ ഈ തള്ള അത് ഊരത്തില്ല. ഉടമ്പടിയൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും, യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാലും സംഭവം സൂത്രമാണ്. എന്നെ സംബന്ധിച്ച് അതായത് സ്വന്തം മകൾക്ക് പോലും ഒരു പണയുടെ പൊന്ന് കൊടുത്തിട്ട് അവളെ കെട്ടിച്ച് വിടാനുള്ള മാനസികാവസ്ഥയില്ല, സ്വർണ്ണക്കൊതിച്ചിയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇയാളിൽ അവരിൽ തന്നെ അന്തിക്രിസ്തു ഉണ്ട്. സ്വന്തം മകൾക്ക് കൊടുക്കാത്തവർ ഭർത്താവിന് കൊടുക്കുക, സ്വന്തം മക്കൾക്ക് കുടുംബത്തിൽ കൊടുക്കാത്തവർ നാട്ടുകാർക്ക് കൊടുക്കുക. ഒരിക്കലുമില്ല. ക്രിസ്തുവിനെ കൈമാറാൻ അവർക്ക് പറ്റത്തില്ല. ക്രിസ്തു കൈമാറ്റം എന്ന് പറയണത് നമ്മൾ നഷ്ടം തകിച്ച് ത്യാഗം സഹിച്ച ഒരു ക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ദൈവസ്നേഹത്തെക്കാൾ ഉപരി സ്വർണ്ണത്തെ അവർ സ്നേഹിക്കുന്നു, അതാണ് പ്രശ്നം. ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പം തന്നെ ലോകത്തിൽ അവരുണ്ട്. ആ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനേക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചോ അതിന് വിഗ്രഹാരാധന എന്ന് പറയും. അല്ല, മറ്റുള്ളവർ പറയണമല്ലോ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കണമല്ല. വിഗ്രഹ ആരാധന എന്ന് പറയണത് ദൈവത്തിനേക്കാൾ ഉപരി വേറെ വ്യക്തികളോ വസ്തുക്കളോ വിഷയങ്ങളെയോ ഇനി ജോലിയെ പോലും സ്നേഹിച്ചു പോയാൽ അതൊരു അന്തിക്രിസ്തുവായിട്ട് മാറും. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് പറയണം. കർത്താവിൻ്റെ ഇഷ്ടം. ഇപ്പം നിങ്ങളെന്താ പറയണത്? ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് അച്ഛാ ഉടമ്പടി ചെയ്തത്, ഇപ്പം 3 പ്രാവശ്യം പുതുക്കിയെന്ന് പറഞ്ഞ് ദൈവത്തെ വിരട്ടുകയാണേ. തരി മീൻസ് ആ കൊച്ചിന് വേണ്ടിയാണ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണത്, ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിൽ ത്യാഗം അനുഭവിക്കുന്നത്. അപ്പോൾ ആരാണ് വിഗ്രഹം? കൊച്ചാണ്. അപ്പോൾ കൊച്ചാണ് അന്തിക്രിസ്തു അവിടെ. അത് ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം നീ ആർക്ക് കൊടുത്താലും, അത് കുഞ്ഞായാലും കുട്ടിയായാലും വലുതായാലും അന്തിക്രിസ്തുവായിട്ട് മാറും. എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ക്രിസ്തു നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം 1ാം സ്ഥാനം. കൈയടിച്ച് കർത്താവേ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെയും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്. ഈ മകളെ അവൾക്ക് ഫിക്സ് വന്നു, 2.5 വയസ്സായിട്ട് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അവൾക്ക് ജനിച്ചപ്പോൾ തന്നെ ഫിക്സായിപ്പോയി. അപസ്മാരം പോലെ സംഭവത്തിൽ ബ്രെയിനിലെത്ത് ഒത്തിരിയേറെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് നടക്കണില്ല, സംസാരിക്കണില്ല. വിശന്നാൽ തന്നെയും അത് പറയത്തില്ല. അപ്പൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷണം കാണിച്ചു കൊടുക്കുകയുള്ളൂ, പറയത്തില്ല. എന്ത് സങ്കടമായിരിക്കും, വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ദൈവത്തെ കപ്പൽ വെച്ച് മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അധികം ഫലം പുറപ്പെടുവിക്കാൻ ഞാനതിനെ വെട്ടി ഒരുക്കും. മുന്തിരിച്ചെടി ശാഖകളും പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ഞാനതിനെ വെട്ടി. ആ ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുള്ളതാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, എല്ലാം മിഠായിയാണ്, എല്ലാം മധുരമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില കഴിച്ച അനുഭവങ്ങളുടെ ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. യോഹന്നാൻ 15:2 എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയണത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ ക്ലേശങ്ങളാണല്ലോ എന്ന് പറയരുത്. നിങ്ങൾക്ക് ബലം തരുന്നതിനെ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തെ ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സാധനം ബലം കായ്ക്കുമോ, ഈ ജന്മത്തെങ്കിലും കായ്ക്കുമോ എന്ന് ദൈവം കായ്ക്കത്തില്ല. കഴിഞ്ഞാൽ പിന്നെ ദൈവം അവിടെ വർക്ക് ചെയ്യത്തില്ല. നീ പട്ടിയോ പന്നിയോ ജീവിക്കണവരെ ജീവിച്ചോളാൻ പറയും, ഒരു പ്രശ്നമില്ല. അവനെ വിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്തെങ്കിലും ദൈവവിശ്വാസമോ ഇത്തിരി ഭക്തിയോ ദൈവസ്നേഹമോ ഉണ്ടെങ്കിൽ അത് ബലമാണ്. ആത്മാവിൻ്റെ ബലങ്ങളല്ലേ വിശ്വാസം, ആത്മാവിൻ്റെ ബലങ്ങളല്ലേ
ഗലാത്യർ 5:23 എടുത്തേ. 5:23 22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:22. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെല്ലാം സ്നേഹത്തിന്റെ തന്നെ. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. സ്നേഹം വളരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ശാഖകളായിട്ട് സ്നേഹം, ക്ഷമ, ദയ, നന്മ. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. കരുണയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹമാണ്. അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ദൈവം നിലനിൽക്കുന്നൊരു കുടുംബമാകണമെങ്കിൽ, വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വളരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തത്, നീ എന്നെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചത്, ഭൗതിക പദാർത്ഥങ്ങള്, ഭൗതിക സാഹചര്യങ്ങള് വളരുക എന്നതിനേക്കാൾ നിത്യത ലക്ഷ്യമാക്കി ദൈവസ്നേഹത്തില് എന്നെ വളർത്താനാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്നതിന് നന്ദി പറയുന്നു. അതാ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ. കർത്താവിനത്തെ പടരട്ടെ, കർത്താവിനത്തെ പെയ്യട്ടെ, കർത്താവിനത്തെ പെയ്യട്ടെ. ദേവേ ദേവേ ദേവിതാവേ നിത്യപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധരക്തം പടരട്ടെ, വിശുദ്ധരക്തം പടരട്ടെ. മാരകരോഗങ്ങള്, മാരകരോഗങ്ങള്, നിരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധപിതാവിന്റെ നാമത്തിൽ കർത്താവേ നടന്നിട്ടുള്ള പുത്രനായ ആരാധനയുടെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിന് നിരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, 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 യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവമേ 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 നിത്യപിതാവേ 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 ആത്മാവേ റുഹാതമ്പുരാനേ ദൈവമേ നിത്യയുടെ ദൈവമേ നിന്റെ ഉന്നതമായ നാമത്തിന് ഇപ്പൊ തന്നെ യേശുക്രിസ്തു നാമത്തിന് മാർഗ തടസ്സങ്ങള്, ജീവിതദുരിതങ്ങള്, ജീവിതദോഷങ്ങള്